ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കണക്കിൻ്റെ ഫ്രാക്ഷൻ എന്നൊരു ചാപ്റ്ററാണ് പഠിക്കാനായിട്ട് വന്നിട്ടുള്ളത്. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഭിന്നസംഖ്യ എന്നാണ്. അപ്പം നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ് ഭിന്നസംഖ്യ അല്ലെങ്കിൽ ഫ്രാക്ഷൻ എന്നൊക്കെ. എന്താണ് ശരിക്കും ഫ്രാക്ഷൻ എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഫ്രാക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ എഴുതിയൊക്കെ കാണാറുണ്ട് 2/3 അല്ലെങ്കിൽ 5/7 അങ്ങനെയൊക്കെ എഴുതിയിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പൊ എന്താണ് ശരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ഇപ്പൊ നമ്മൾ പറയാറുണ്ട് 1/4 ആണ്. 1/4 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പൊ ശരിക്കും നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫോമിൽ നമ്പർ എഴുതുന്നതിനെയാണ് ശരിക്കും ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ എഴുതുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു കേക്ക്, ഇതിനെ നമ്മൾ 4 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ 4 ഭാഗങ്ങളായിട്ട് അല്ലെങ്കിൽ 4 കഷ്ണങ്ങളായിട്ട് ഈ കേക്കിനെ നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ കട്ട് ചെയ്തതിൽ ഒരു ഭാഗം, ഇത് ഞാനിവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗം, ഇതിനെയാണ് ശരിക്കും 1/4 എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് എന്തായിരുന്നു ഒരു ഫുള്ളായിട്ടുണ്ടായിരുന്ന ഒരു വസ്തുവിനെ നമ്മൾ 4 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഒരു ഭാഗത്തെയാണ് 1/4 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1/4 ഈ തന്നിരിക്കുന്ന ഈ ഷെയ്ഡഡ് പോർഷൻ ആണ് ശരിക്കും 1/4 എന്ന്. അപ്പോൾ നമ്മൾ അത് 2/4 എന്നാണെങ്കിൽ 2/4 എന്നാകുമ്പോൾ 2 ഭാഗങ്ങളായി കണ്ടോ, അതായത് ഈ കേക്കിന്റെ ഹാഫ് പോർഷൻ. അപ്പൊ 2/4 എന്ന് പറയുമ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്നത് ഇനി എന്ത് വസ്തുവായിരുന്നോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഒരു ഫുള്ളായിട്ടുണ്ടായിരുന്ന ഒരു വസ്തുവിന് നമ്മൾ 4 ഭാഗങ്ങളായിട്ട് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഒരു ഭാഗമാണ് ഈ 1/4 എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ അതിൽ 2 ഭാഗങ്ങൾ, അതായത് നമ്മൾ ഇതിന് 4 ഡിവൈഡ് ചെയ്തിട്ടുള്ള അതിൽ 2 പീസാണ് ഈ 2/4 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ രൂപത്തിൽ നമ്പറിനെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നതിനെയാണ് ശരിക്കും ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഭിന്നസംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ ഈ മുകളിൽ തന്നിരിക്കുന്ന നമ്പറിനും താഴെ തന്നിരിക്കുന്ന ഈ നമ്പറിനും വേറെ വേറെ പേരുകളിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഈ മേളിൽ തന്നിരിക്കുന്നതിനെ ന്യൂമറേറ്റർ എന്നും താഴത്തെ നമ്പറിനെ ഡീനോമിനേറ്റർ എന്നുമാണ് പറയുന്നത്. അപ്പൊ ഇതിന് നമ്മൾ ഈ മേളിലത്തെ നമ്പറിനെ ന്യൂമറേറ്റർ എന്നും ഇതിനെ നമ്മൾ ഡീനോമിനേറ്റർ എന്നുമാണ് പറയുന്നത്. ന്യൂമറേറ്റർ എന്നും ഡീനോമിനേറ്റർ എന്നുമാണ് ഈ മുകളിലും താഴെയുമുള്ള ഈ സംഖ്യകൾ അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ 1/4 എന്ന് പറഞ്ഞു, അതുപോലെ 2/4 എന്ന് പറയും. ഇപ്പൊ 2/4 എന്ന് പറയുമ്പോൾ ശരിക്കും ഹാഫ് ആണെന്ന് പറയാനുള്ള കാരണം തന്നെ ഇത് നമുക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ 1/2 എന്ന് പറയും. അതായത് 2 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തതിൽ ഒന്നെണ്ണം. അപ്പൊ ഈ 4/2 എന്ന് പറയുമ്പോൾ 4 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തതിൽ അല്ലെ 4 ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തതിൽ 2 ഭാഗം. 1/4 എന്ന് പറയുമ്പോൾ 4 ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് അതിലൊരു ഭാഗം. അപ്പൊ നമുക്കറിയാം ഇതിൽ ഒരു ഭാഗം കൂടെ വന്നു കഴിയുമ്പോൾ അപ്പൊ ഇപ്പൊ 3/4 എന്നായി. അപ്പൊ 3/4. അപ്പൊ നമ്മൾ പറയും ഇതിനെ 1/4 ഭാഗമെന്നും ഇത് 1/2 ഭാഗമെന്നും ഇത് 3/4 ഭാഗമെന്നും ഒക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്ന സെയിം ഇത്. അപ്പൊ ഇത്രയും ആണ് നമ്മൾ ഭിന്നസംഖ്യകൾ എന്ന് പറയുമ്പോൾ ഈ ഒരു രൂപത്തിൽ എഴുതുന്ന സംഖ്യകളെയാണ് നമ്മൾ ഭിന്നസംഖ്യകൾ അല്ലെങ്കിൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും നമ്മൾ ശ്രദ്ധിച്ചു. അപ്പൊ ഇതിനെ മേളിത്തെ ഭാഗത്തെ ഈ നമ്പറിനെ നമ്മൾ ന്യൂമറേറ്റർ എന്നും താഴത്തെ നമ്പറിനെ ഡീനോമിനേറ്റർ എന്നുമാണ് പറയുന്നത്. ഇനി ഈ ഫ്രാക്ഷൻസ് എന്ന് പറയുമ്പോൾ ഫ്രാക്ഷൻസ് പല തരത്തിലുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഒന്ന് നോർമൽ ആയിട്ടുള്ള രീതിയിൽ 1/4 അല്ലെങ്കിൽ 2/4 അല്ലെങ്കിൽ 3/5 ഇങ്ങനെ ഈ താഴെയുള്ള സംഖ്യകൾ വലുതും മുകളിലുള്ള സംഖ്യകൾ ചെറുതുമായിട്ടുള്ള. അപ്പൊ അതാണ് ശരിക്കും പ്രോപ്പർ ഫ്രാക്ഷൻ എന്നാണ് ഇതിന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത്തരത്തില്, അതായത് ഡീനോമിനേറ്റർ വലുതും ന്യൂമറേറ്റർ ചെറുതുമായിട്ടുള്ള
നമ്പറുകളെയാണ് നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ശരിക്കുള്ള ഫ്രാക്ഷൻ ആയിട്ടുള്ള രൂപം പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയും. അപ്പൊ ഇതിനെ നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷൻ എന്നാണ് പറയുന്നത്. പ്രോപ്പർ ഫ്രാക്ഷൻ. ഇനി ഇതിന് വേറൊരു ഫോം ഉണ്ട്. അതായത് ഇത് തിരിഞ്ഞു വരുന്ന ഭാഗം. അതായത് മുകളിലത്തെ നമ്പർ ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണത്തിന് 5/4 എന്ന് എഴുതി. 5/4 എന്ന് എഴുതുമ്പോൾ ഇപ്പൊ നമ്മൾ നോക്കിയേ, മുകളിലുള്ള അതായത് ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമാണ്. അപ്പൊ ഈ രൂപത്തിലുള്ള നമ്പറുകളെ ഫ്രാക്ഷനെയാണ് നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് പ്രോപ്പർ ഫ്രാക്ഷൻ എന്നും ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്നും പറയും. ഇംപ്രോപ്പർ ആണ്, അതായത് ശരിക്കും പ്രോപ്പർ അല്ല. അപ്പൊ അതായത് ഇതിനർത്ഥം ഒരു ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ മുകളിലുള്ള നമ്പർ, അതായത് ന്യൂമറേറ്റർ വലുതായിട്ട് ഡിനോമിനേറ്റർ ചെറുതും വരുമ്പോൾ അതിന്റെ അർത്ഥം ശരിക്കും ഇതിനകത്ത് ഒരു ഫുൾ പോർഷനും അതോടുകൂടെ ഒരു ഫ്രാക്ഷനും കൂടി ഉണ്ടെന്നാണ്. അതായത് ഒരു ഫുൾ പോർഷനും, അതായത് ഫുൾ ആയിട്ടുള്ളതെന്നും അതിന്റെ കൂട്ടത്തിലൊരു ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു വസ്തു വേണ്ടി നമ്മൾ ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ കട്ട് ചെയ്തു. അതായത് ഒരു ഫുൾ ആയിട്ടുള്ളതും പിന്നെ അതിന്റെ കൂട്ടത്തിൽ കട്ട് ചെയ്ത കുറച്ച് ഭാഗങ്ങളും. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ പ്രസന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ നമുക്ക് വേറെ ഒരു രൂപത്തിൽ എഴുതാം. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഇതിനകത്ത് ഒരു ഫുൾ ആയിട്ടുള്ള പോർഷനും അതിന്റെ കൂട്ടത്തിൽ ഒരു ഫ്രാക്ഷനും കൂടെ ഉണ്ടെന്ന്. അപ്പൊ ആ ഫുൾ ആയിട്ടുള്ള പോർഷനെയും ഫ്രാക്ഷനെയും നമ്മൾ വേറെ ആയിട്ട് തിരിച്ചെഴുതാം. ഉദാഹരണത്തിന് ഇതിനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ ഈ നോർമൽ രീതിയിലേക്ക് നമുക്ക് എഴുതുമ്പോൾ എങ്ങനെ കിട്ടുമെന്ന്. ഇപ്പൊ 1 + 1/4 എന്ന് കിട്ടും. അപ്പൊ 1 + 1/4 എന്ന് പറയുമ്പോൾ ഒന്ന് ഫുള്ളായിട്ടുള്ളതുണ്ടായിരുന്നു. അപ്പൊ നമ്മളിപ്പോ കേക്ക് ആണെങ്കിൽ ഒരു കേക്ക് ഫുള്ളായിട്ടും പിന്നെ ഒരു കേക്കിന്റെ 1/4 ഭാഗവും കൂടെ. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള, അതായത് ഒരു ഫുൾ പോർഷനും അതിന്റെ കൂട്ടത്തിൽ പിന്നെ ഒരു ഫ്രാക്ഷണൽ പോർഷനും കൂടെ ചേരുന്നതാണ് ശരിക്കും ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷനെയാണ് നമ്മൾ ഈ രൂപത്തിലേക്ക് മാറ്റി എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ എഴുതുന്നതിനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ എന്നാണ് പറയുന്നത്. മിക്സഡ് ഫ്രാക്ഷൻ. ഇതിനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ 3 തരത്തിലുള്ള ഫ്രാക്ഷന്റെ കാര്യം പറഞ്ഞു. ഒന്ന് പ്രോപ്പർ ആയിട്ടുള്ള ഫ്രാക്ഷൻ, അതായത് നോർമൽ രീതിയിലുള്ള മുകളിലുള്ള നമ്പർ, അതായത് ന്യൂമറേറ്റർ ചെറുതും താഴത്തെ ഡിനോമിനേറ്റർ വലുതുമായിട്ടുള്ള രൂപത്തിലുള്ള ഫ്രാക്ഷൻസ് ആണ് പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ നേരെ തിരിഞ്ഞു വരും. അതായത് ഡിനോമിനേറ്റർ ചെറുതും ന്യൂമറേറ്റർ വലുതുമായിട്ട്. അപ്പൊ മേലുള്ള സംഖ്യ വലുതും താഴത്തെ സംഖ്യ ചെറുതുമായിരിക്കും. അപ്പൊ ഈ ഒരു രൂപത്തിൽ വരുന്ന സംഖ്യയെ നമുക്ക് ഇങ്ങനത്തെ ഈ ഒരു ഫോമിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഫോമിലേക്ക് മാറ്റി എഴുതുന്നതിനെയാണ് നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതായത് ഒരു ഫുൾ നമ്പറും അതോട് കൂട്ടത്തിൽ ഒരു ഫ്രാക്ഷണൽ നമ്പറും. അപ്പൊ ഇത് രണ്ടും കൂടി ചേരുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ മിക്സഡ് ഫ്രാക്ഷനെ ഈ രൂപത്തിലേക്കും അതുപോലെ തന്നെ ഈ നമ്പറിനെ നമുക്ക് ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ തിരിച്ചെഴുതാൻ പറ്റും. അപ്പൊ ആ തിരിച്ചെഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ മിക്സഡ് ഫ്രാക്ഷൻ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ഈ 5/4 എന്നാണ്. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഈ രൂപത്തിലേക്ക് ചേഞ്ച് ചെയ്ത് എഴുതുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് 5/4 എന്നാണ്. അതായത് 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന്. അപ്പൊ നമുക്കറിയാം ഒറ്റ പ്രാവശ്യമാണ് 4 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 1 ശിഷ്ടം കിട്ടും. അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന ആൻസർ കിട്ടുന്ന നമ്പർ, അപ്പൊ ആദ്യം നമുക്ക് അതായത് നമ്മൾ ഇതിനെ ശരിക്കും കോഷ്യന്റ് എന്ന് പറയും. അതായത് ഇതിലെ ശരിക്കും നമുക്ക് ഈ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസറിനെ നമുക്ക് ഫുൾ നമ്പർ ആയിട്ട് എഴുതാം, ഫുൾ പോർഷൻ ആയിട്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഇതിന് ഡിവൈഡ് ചെയ്ത് ഏതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്, നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അതുകൊണ്ട് ആ 4 തന്നെ താഴെ എഴുതി. ശിഷ്ടമായിട്ട് നമുക്ക് 1 കിട്ടിയിട്ടുണ്ട്. ആ 1 ആണ് നമ്മളിവിടെ മേളിൽ എഴുതുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഇതിനെ ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിരുന്നു, ആ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ചേഞ്ച് ചെയ്ത് എഴുതി. അപ്പൊ ഇതിനെ നമ്മൾ ഏത് രീതിയിലുള്ള ഒരു ഉദാഹരണം കൂടി നമുക്ക് എഴുതാം. 7/2.
7/2 എന്ന് പറയുന്നത് ഇതും ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അപ്പൊ ഇതിനകത്ത് നമുക്കറിയാം ഫുൾ പോർഷനും ഉണ്ട്, അതോടൊപ്പം ഒരു മിക്സഡ് ഫ്രാക്ഷനും ഉണ്ട്. അപ്പൊ നമുക്കിതിനെ ഈ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനിൽ നിന്ന് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ എഴുതിയിരിക്കുന്ന പോലെ തന്നെ 7/2 എന്നാണ്. അപ്പൊ 7ൽ എത്ര തവണ 2 ഉണ്ടെന്നാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത്. അപ്പൊ എത്ര തവണയാണ്? 3 പ്രാവശ്യം. 3, 2, 6. ഇനി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 1 ശിഷ്ടം കിട്ടും. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസറിനെ നമ്മൾ ഈ ഡിവൈഡ് ചെയ്ത് കിട്ടിയ ആൻസർ, അപ്പൊ 3 എന്നാണ് നമുക്ക് ഡിവൈഡ് ചെയ്ത് കിട്ടിയ ആൻസർ, ആ ഫുൾ നമ്പർ ആയിട്ട് അതിനെ നമ്മൾ ആദ്യം എഴുതും. അത് കഴിഞ്ഞിട്ട് ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് അതിനെ താഴെ എഴുതും. എന്നിട്ട് റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം കിട്ടിയത് മേളിൽ എഴുതുക. അപ്പൊ നമുക്ക് ഈ ഒരു ഫോമിലായിരുന്ന നമ്പറിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് എഴുതി. അപ്പൊ ഇതിനകത്ത് നമുക്ക് മനസ്സിലാവും ഫുൾ പോർഷൻ എത്രയുണ്ടെന്ന്. ഫുൾ ആയിട്ടുള്ളത് 3, അതോടൊപ്പം ഒരു ഹാഫ് പോർഷൻ കൂടെ, അതായത് 1/2. അപ്പൊ ഇതിനകത്ത് 3 എന്നുള്ളത് ഫുൾ നമ്പറും, അതായത് ഒരു കംപ്ലീറ്റ് നമ്പറും, അതോടൊപ്പം പിന്നെ ഈ 1/2 എന്നുള്ളത് ഒരു ഫ്രാക്ഷനുമായി. അപ്പൊ ഇങ്ങനെ, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു ഫുൾ നമ്പറും ഉണ്ട്, അതോടൊപ്പം തന്നെ ഒരു ഫ്രാക്ഷണൽ നമ്പറും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി ചേരുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ നമ്പറിനെ അതുപോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഇതുപോലെ തന്നെ തിരിച്ച് കൺവേർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഈ മിക്സഡ് ഫ്രാക്ഷനിലുള്ള ഒരു നമ്പറിനെ നമുക്ക് എങ്ങനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഉദാഹരണം തന്നെ നോക്കാം. അപ്പൊ ഇതിനെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാ? 3 2 എന്നാണ് ശരിക്കും മലയാളത്തിൽ വായിക്കുന്നത്. അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ 3 and 1/2 എന്ന് പറയും. 3 and 1/2. അപ്പൊ ഈ 3 and 1/2 എന്ന് പറയുമ്പോൾ ഈ എഴുതിയിരിക്കുന്ന ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന്, 3യെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് 1 അതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുകയാണെന്ന്. അതായത് 3 × 2 + 1 divided by 2. നോക്കി, 3 × 2, 3 2s are 6. 6 + 1 divided by 2 is equal to 7/2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഇത്രയും ലോങ് ആയിട്ട് എഴുതിയിരിക്കുന്നത്, അതല്ലെങ്കിൽ ഇത്രയും എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഡയറക്റ്റ് നമുക്കിതിനെ ഈ സംഖ്യയെ താഴത്തെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ ഈ മേളിലുള്ള നമ്പറിനെ, അതായത് ന്യൂമറേറ്ററിനെ ആഡ് ചെയ്താൽ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് ഡയറക്റ്റ് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് 1-2 എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം, സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് മനസ്സിലാകാൻ പാടില്ല. 4 5 2. ഇതിനെ നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും? നമ്മൾ പറഞ്ഞു ഈ നമ്പറിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ കൂട്ടത്തിൽ ഈ 2 ആഡ് ചെയ്യാന്ന്. അപ്പോൾ 4 5s are 20 + 2. 22 divided by 5 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇതാണ് ഇത് മിക്സഡ് ഫ്രാക്ഷനും അതേ നമ്പറിനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്തതുമാണ് ഇത്. അപ്പോൾ ഇതിനെ നമുക്കിനി തിരിച്ച് ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്ത് ആൻസർ എത്ര കിട്ടുന്നു ആ ആൻസറിനെ നമ്മൾ ഫുൾ പോർഷൻ ആയിട്ടും, അതുപോലെ തന്നെ ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, 5 ആണെങ്കിൽ നമ്മൾ 5നെ തന്നെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതും. അതിന്റെ ശിഷ്ടം എത്ര കിട്ടുന്നോ ആ ശിഷ്ടം അതിന് മേളിൽ എഴുതുമ്പോൾ നമുക്ക് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇത്രയുമാണ് ശരിക്കും 3 തരത്തിലുള്ള ഫ്രാക്ഷൻസ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. പ്രോപ്പർ ഫ്രാക്ഷൻ, അതായത് നമ്മൾ ഫ്രാക്ഷൻ എന്താണെന്ന് നോക്കി. അപ്പൊ അതിനുശേഷം പ്രോപ്പർ ഫ്രാക്ഷൻ എന്താണ്, ഇനി ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നും. അപ്പൊ മിക്സഡ് ഫ്രാക്ഷൻ എന്താണെന്നും അതുപോലെ തന്നെ ഈ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള ഫ്രാക്ഷനിലേക്ക് അതായത് ഈ ഫ്രാക്ഷൻ, അതായത് കുറേ ഫ്രാക്ഷൻ നമ്പർ ഒരുമിച്ച് തന്നു കഴിയുമ്പോൾ അതിനെ നമുക്ക് 2 ഗ്രൂപ്പായിട്ട് തിരിക്കാം. അതായത് ഒന്ന് ലൈക്ക് ഫ്രാക്ഷൻ എന്നും ഒന്ന് അൺലൈക്ക് ഫ്രാക്ഷൻ എന്നും.
ഇനി കുറേ ഫ്രാക്ഷൻ ഇങ്ങനെ തന്നിരിക്കുകയാണ്. അപ്പോൾ 2/7, 4/7, 5/7, 1/7 ഇങ്ങനെ. അപ്പോൾ നോക്കിയേ 3-4 ഫ്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഫ്രാക്ഷൻ എല്ലാം നമ്മളിങ്ങനെ നോക്കുന്നു. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പായിട്ടുള്ള ഫ്രാക്ഷൻ ഉണ്ട്, കുറേയേറെ ഫ്രാക്ഷൻ ഉണ്ട്, അതായത് ഇതിനകത്ത്. പക്ഷെ ഇതിനെ നമ്മൾ ഇത് ഏത് തരത്തിലുള്ള ഫ്രാക്ഷൻ ആണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ ഫ്രാക്ഷൻ്റെയും ഡീനോമിനേറ്റർ 7 ആണ്. അപ്പോൾ ഡീനോമിനേറ്റർ എല്ലാത്തിനും ഒരുപോലെ ആയതുകൊണ്ട് ഇതിനെ നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറയും. ലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ അതായത് എല്ലാം ഒരുപോലെയാണ്. അപ്പോൾ ഒരുപോലെയുള്ള, അതായത് ഒരേ ഡീനോമിനേറ്റർ വരുന്ന ഫ്രാക്ഷനുകളെയാണ് നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പേരാണ് ലൈക്ക് ഫ്രാക്ഷൻ. ഇനി അൺലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പൊ നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് മനസ്സിലാവും ഇതിന്റെ എല്ലാ ഡീനോമിനേറ്റർ ഒരുപോലെയാണെങ്കിൽ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അൺലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി നമുക്കിത് പറയാൻ പറ്റും, കാരണം ഈ ഡീനോമിനേറ്റർ വേറെ വേറെ ആണെങ്കിൽ അൺലൈക്ക് ഫ്രാക്ഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു 2/5, 2/3, 5/7. ഓക്കെ, ഇത് 3 ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. ഈ 3ന്റെയും ഡീനോമിനേറ്ററുകൾ വേറെ വേറെയാണ്, വ്യത്യസ്തമാണ്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഡീനോമിനേറ്റർ, അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള ഡീനോമിനേറ്റർ വരുന്ന ഫ്രാക്ഷനെയാണ് നമ്മൾ അൺലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ലൈക്ക് ഫ്രാക്ഷൻ, ഇത് അൺലൈക്ക് ഫ്രാക്ഷൻ. ഇനി ഒരു ഫ്രാക്ഷൻ, ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുകയാണ്, ഈ തന്നിരിക്കുന്ന ഫ്രാക്ഷനിൽ ഏറ്റവും വലുത് ഏതായിരിക്കും? അപ്പൊ ഈ തന്നിരിക്കുന്ന ഫ്രാക്ഷനിൽ ഏറ്റവും വലുത് ഏതായിരിക്കും? അപ്പൊ ഒരേ തരത്തിലുള്ള ഡീനോമിനേറ്ററുകളാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഏറ്റവും വലിയ ഫ്രാക്ഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഇതിലെ വലിയ ന്യൂമറേറ്റർ ഏത് നമ്പറിനാണോ അതായിരിക്കും ഏറ്റവും വലിയ ഫ്രാക്ഷൻ, അതായത് കൂടുതൽ പോർഷൻ. നമ്മൾ പറഞ്ഞു ഇത് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു കേക്ക്, ഈ കേക്കിനെ നമ്മൾ എത്ര പാർട്ടായിട്ടാണ്, 5 പാർട്ടായിട്ടാണ് ഇതിനകത്ത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് കാണിച്ചിരുന്നത്. അപ്പൊ അല്ലെങ്കിൽ 6 പാർട്ടോ 7 പാർട്ടോ ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നത്. അപ്പോൾ അതിനകത്ത് ഈ കേക്കിനെ നമ്മൾ മുഴുവൻ 7 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഇങ്ങനെ ഈ 7 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തതിൽ എത്ര ഭാഗങ്ങളുണ്ട്? ഇത് ഏറ്റവും കൂടുതലുള്ളത് 5 ആയിരിക്കും. അപ്പൊ അതിനകത്ത് 5 പാർട്സ് അല്ലെങ്കിൽ 5 പോർഷൻ ആണ് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഈ 7 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തതിൽ 5 പോർഷൻ, 5 ഭാഗങ്ങളും ഒരാൾക്ക് കിട്ടി. അപ്പൊ അതായിരിക്കും ഏറ്റവും കൂടുതലായിട്ടുള്ള ഫ്രാക്ഷൻ. ഇത് 15 അല്ല കേട്ടോ, 5/7 ആണ്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 5/7. ഇനി അതിലും ചെറുതായിട്ടുള്ളത് പിന്നെ 4/7 ആണ്. അത് കഴിഞ്ഞിട്ട് 2/7, ലാസ്റ്റ് ഏറ്റവും ചെറുത് 1/7 ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ വലിപ്പം അനുസരിച്ച് ഒരു ഓർഡറിൽ എഴുതിയിട്ടുണ്ട്. അതായത് ഏറ്റവും വലുത് ആദ്യം, അത് കഴിഞ്ഞിട്ട് അതിന്റെ ചെറുത്, അതിന്റെ ചെറുത്, ഏറ്റവും ചെറുതെന്ന്. അപ്പൊ നമ്മൾ ഡിസെൻഡിങ് ഓർഡറിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അതായത് വലുതിൽ നിന്ന് ചെറുതിലേക്കുള്ളത്. അപ്പൊ ഏറ്റവും വലിയ ഫ്രാക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട്, അതായത് ഫ്രാക്ഷന്റെ എല്ലാം ഡിനോമിനേറ്റർ ഒരുപോലെയാണ്, അതായത് ലൈക്ക് ഫ്രാക്ഷൻ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും ഇതിലേതാണ് ഏറ്റവും വലുതെന്ന്. ഇനി നമുക്ക് ഈ ഒരു ഓർഡറിൽ എഴുതാം, അതായത് 5/7. ഇനി ഇതിനെ നമ്മൾ ഡിസെൻഡിങ് ഓർഡറിലാണ് തന്നിരിക്കുന്നത്. ഇനി അസെൻഡിങ് ഓർഡറിലേക്ക്, അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് ആണെങ്കിൽ നമുക്കിതിനെ തിരിച്ചെഴുതാൻ കഴിയും. 1/7, അതിനേക്കാൾ വലുത് 2/7, അത് കഴിഞ്ഞിട്ട് 4/7, ലാസ്റ്റില് 5/7. അപ്പൊ ഇത് അസെൻഡിങ് ഓർഡറിലായി. അപ്പൊ നമുക്ക് അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും എഴുതാനായിട്ട് ആദ്യം നമ്മൾ ഇതിനെ ലൈക്ക് ഫ്രാക്ഷൻ ആണോ നോക്കുക. ലൈക്ക് ഫ്രാക്ഷൻ ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമ്മളിതിനെ നമുക്ക് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഏറ്റവും വലുത് ഏതാണോ ഏറ്റവും ചെറുത് അതാണോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇനി അൺലൈക്ക് ഫ്രാക്ഷൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ നമ്മളിവിടെ ഒരു ഗ്രൂപ്പ്
അൺലൈക്ക് ഫ്രാക്ഷൻസ് എഴുതിയായിരുന്നു. 3/7, 2/5, 1/4 ഇതുണ്ട്. ഇപ്പൊ ഈ 3 ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. ഈ 3 ഫ്രാക്ഷന്റെയും ഡിനോമിനേറ്ററുകൾ വേറെ വേറെയാണ്. അപ്പൊ ഇങ്ങനെ വേറെ വേറെയുള്ള ഡിനോമിനേറ്റർ ആണെങ്കിൽ നമ്മൾ പിന്നെ എങ്ങനെ കണ്ടുപിടിക്കും ഇതിൽ ഏതാണ് വലുത് ഏതാണ് ചെറുതെന്ന്? അപ്പൊ അതിനാണ് നമ്മൾ ഇതിനെ ഇനി ഈ എല്ലാ ഡിനോമിനേറ്ററിന്റെയും LCM കണ്ടുപിടിച്ചിട്ട് LCMലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് ഇതിനെ ലൈക്ക് ഫ്രാക്ഷൻ ആക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇതിൽ ഏതാണ് വലുത് ഏതാണ് ചെറുതെന്ന്. അപ്പൊ ഈ അൺലൈക്ക് ഫ്രാക്ഷൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ആദ്യം ലൈക്ക് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ലൈക്ക് ഫ്രാക്ഷനിലായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇതിന്റെ എല്ലാം ഡിനോമിനേറ്ററിന്റെ LCM കണ്ടുപിടിക്കേണ്ടി വരും. ഇതിന്റെ LCM കണ്ടുപിടിച്ച ശേഷം ഇതിനെ നമുക്ക് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. കൺവേർട്ട് ചെയ്യുമ്പോൾ 7, 5, 4 ഈ 3ന്റെയും LCM ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ LCM കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇതിനെ LCM കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. LCM ആയിട്ട് ഇപ്പൊ ഇത് നമുക്കറിയാം, ഇതിന് 3നും പ്രത്യേകിച്ച് കോമൺ ആയിട്ടുള്ള ഫാക്ടറുകളൊന്നുമില്ല. അപ്പൊ ഇതിനെ 3നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് 7, 5, 4 ഈ 3 നമ്പറിനെ നമുക്ക് നോർമലി ഇതിനെ നമുക്ക് പറയാൻ പറ്റും. കാരണം ഇതിന് 2 ഇതിന്റെ ഫാക്ടർ അല്ല, 3 ഫാക്ടർ അല്ല, 4 ഫാക്ടർ അല്ല, 5 അങ്ങനെ ഒന്നിനും കോമൺ ആയിട്ട് ഒരു ഫാക്ടർ ഇല്ലാത്തത് കൊണ്ട് ഇത് നമ്മൾ എന്ത് ചെയ്യും, 3നെയും ഒരുമിച്ച് മൾട്ടിപ്പിൾ ചെയ്യേണ്ടി വരും. 7 × 5 × 4 35 × 4 അപ്പൊ നമുക്ക് 7 × 35 35 × 4 എന്ന് എഴുതി വരും. 35 × 4 എന്ന് പറയുമ്പോൾ 12 140. ഇപ്പൊ 140 എന്ന ഇതിലേക്ക് ഇതിന്റെ LCM കണ്ടുപിടിക്കേണ്ടി വരും. LCM = 140. ഈ LCM നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. കൺവേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതുകയാണ്. ആദ്യം നമുക്ക് ഈ 3/7 എന്ന് 3/7 എന്നുള്ള ഇതിനെ നമ്മൾ ഈ LCM അതായത് ഡിനോമിനേറ്റർ 7ന്റെ സ്ഥാനത്ത് 140 വരേണ്ടി വരും. 7ന്റെ സ്ഥാനത്ത് 140 ഡിനോമിനേറ്റർ വരണമെങ്കിൽ നമുക്ക് 7 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഈ 140 കിട്ടുന്നതെന്ന് നോക്കാം. 7 നമുക്കറിയാം 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 140 കിട്ടുള്ളൂ. അപ്പൊ 20 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ മുകളിലുള്ള നമ്പറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ 7 = 3/7. അപ്പൊ ഇതിനെ ഈ 2 നമ്പറിനെ 7നെ 20 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 140 കിട്ടിയത്. അപ്പോൾ × 20 അതുപോലെ തന്നെ ഇവിടെ മേളിലും മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. പിന്നെ അടുത്തത് ഈ നമ്പറിന് അടുത്ത 2/5 ആണ്. അപ്പൊ 5നെ നമുക്ക് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഈ 140 കിട്ടാൻ നോക്കണം. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ്, അതായത് 140ൽ എത്ര പ്രാവശ്യം 5 ഉണ്ടെന്ന് നോക്കുക. എത്ര പ്രാവശ്യമാണ്? 2 10 40. 40ൽ നമുക്കറിയാം 8 പ്രാവശ്യം. അപ്പോൾ 28. ഈ 28 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അടുത്ത നമ്പർ കിട്ടാൻ വേണ്ടി 2/5 ആയിരുന്നു. അപ്പോൾ ഇവിടെ 28 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ മേളിലും 28 കൊണ്ട് 2നെയും മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഇനി അടുത്തത് 1/4 ആണ്. ഈ 1/4നെ ഈ 4ന്റെ സ്ഥാനത്ത് നമുക്ക് 140 വരണം. 140 വരണമെങ്കിൽ നമുക്കറിയാം ഇതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 140 കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഈ 28 കിട്ടിയതുപോലെ തന്നെ 140നെ ഡിവൈഡ് ചെയ്ത് നോക്കി. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3, 12, 35 എന്ന് കിട്ടും.
അപ്പൊ ഇനി ഇവിടെ നമുക്ക് 35 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ അപ്പോൾ മേളിലും 35 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ കിട്ടുന്നതാണ് നമുക്ക് ഇനി ഈ കിട്ടുന്ന ആൻസർ. അതായത് ഇപ്പൊ നമ്മൾ ഈ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിരിക്കുന്ന ഈ നമ്പറാണ് ഇതിലേക്ക് എഴുതുമ്പോൾ നമുക്ക് ലൈക്ക് ഫ്രാക്ഷൻ ആയിട്ട് മാറും. ഇത് കണ്ടോ, ഇവിടെ നമുക്ക് താഴെ 140, മേളില് 60. അടുത്തത് 140 താഴെ വരും. അതുപോലെ തന്നെ മേളില് 56 എന്ന് കിട്ടും. ഇനി അടുത്തത് ഇവിടെ വരുമ്പോൾ 35 ഡിവൈഡഡ് ബൈ 140. ഇപ്പൊ നോക്കിയാൽ ഇതിന്റെ മൂന്നിന്റെയും 140 ആണ് നമുക്ക് ഇതിന്റെ ഡിനോമിനേറ്റർ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ 140 ഡിനോമിനേറ്റർ കിട്ടിയപ്പോൾ നമുക്ക് ഇത് ലൈക്ക് ഫ്രാക്ഷൻ ആയി. ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഏറ്റവും വലുത് ഏതാണെന്നും ഇതിൽ ഏറ്റവും ചെറുത് ഏതാണെന്നും നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഇപ്പൊ ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? ഏറ്റവും വലുത് ഈ 60 ഡിവൈഡഡ് ബൈ 140. ഏറ്റവും ചെറുത് 35 ഡിവൈഡഡ് ബൈ 140. അപ്പൊ നമ്മൾ ആ എഴുതിയിരിക്കുന്ന ഇതിൽ ഏതായിരിക്കും ആ നമ്പറിന് പകരമുള്ളത്? അപ്പൊ 3/7 ആണ് ഏറ്റവും വലുത്. ഏറ്റവും ചെറുത് ഇപ്പൊ എഴുതിയിരിക്കുന്ന ഓർഡർ തന്നെ അതുപോലെ തന്നെ വന്നിരുന്നത്. ഇനി അതിലും ചെറുത് 1/4. അപ്പൊ ഇങ്ങനെ നമുക്ക് ഏറ്റവും ചെറുത് ഏതാണെന്നും അല്ലെങ്കിൽ വലിയത് ഏതാണെന്നും അതുപോലെ തന്നെ ഇതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതാനോ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാനോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഈ അൺലൈക്ക് ഫ്രാക്ഷനെ നമ്മൾ ലൈക്ക് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ തന്നിരിക്കുന്ന അൺലൈക്ക് ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററുകളുടെ LCM കണ്ടുപിടിക്കണം. എന്നിട്ട് LCMലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യുക. ഈ കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലൈക്ക് ഫ്രാക്ഷൻ ആയിട്ട് കിട്ടും. ഈ അൺലൈക്ക് ഫ്രാക്ഷൻ ആയിരുന്നത് ലൈക്ക് ഫ്രാക്ഷൻ ആയി മാറും. അപ്പൊ ഈ ലൈക്ക് ഫ്രാക്ഷൻ ആയി കഴിയുമ്പോൾ നമുക്കിതിനെ വലുതോ ചെറുതോ അതുപോലെ തന്നെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ഒക്കെ എഴുതാൻ പറ്റും. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് പഠിച്ചത് പ്രോപ്പർ ഫ്രാക്ഷൻ എന്താണ്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്താണ്, അതുപോലെ തന്നെ പ്രോപ്പർ ഫ്രാക്ഷനിൽ നിന്ന് നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ തിരിച്ചും മിക്സഡ് ഫ്രാക്ഷനിൽ തന്നിരിക്കുന്ന ഒരു ഫ്രാക്ഷനെ അല്ല ഒരു ഭിന്നസംഖ്യയെ എങ്ങനെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന്. പിന്നെ അടുത്ത് നമ്മൾ പഠിച്ചതാണ് ലൈക്ക് ഫ്രാക്ഷൻ എന്താണെന്നും അൺലൈക്ക് ഫ്രാക്ഷൻ എന്താണെന്നും. അപ്പൊ അൺലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിനോമിനേറ്റർ വരുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ അൺലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ അൺലൈക്ക് ഫ്രാക്ഷനെ നമ്മൾ എങ്ങനെയാണ് ഇതുപോലെ തന്നെ ലൈക്ക് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്ന്. അപ്പൊ അതിന് നമ്മൾ ഇതിന്റെ തന്നിരിക്കുന്ന അൺലൈക്ക് ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററുകളുടെ എല്ലാം LCM കണ്ടുപിടിക്കും. LCM കണ്ടുപിടിച്ചിട്ട് ആ LCMലേക്ക് ഈ ഫ്രാക്ഷനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതുക. കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലൈക്ക് ഫ്രാക്ഷൻ കിട്ടും. അതിൽ നിന്ന് നമുക്ക് ഇനി വലുത് ഏതാണെന്നോ ചെറുത് ഏതാണെന്നോ അതുപോലെ തന്നെ അസെൻഡിങ് ഓർഡറോ ഡിസെൻഡിങ് ഓർഡറോ ഒക്കെ എഴുതാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയാണ് ഇന്ന് നമ്മൾ ഫ്രാക്ഷനെ കുറിച്ച് പഠിച്ചത്. ഇനി നമുക്ക് ഈ ഫ്രാക്ഷനെ അഡീഷൻ അതുപോലെ തന്നെ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഇതൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ ഫ്രാക്ഷന്റെ അഡീഷൻ എങ്ങനെയാണെന്നും ഡിവിഷൻ എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണെന്നൊക്കെ അടുത്ത വീഡിയോയിൽ പഠിക്കാം.